ഇനി കഷ്ടി 100 ദിനങ്ങളാണ് ബാക്കി. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കേളികൂട്ട് ഉയർന്നു കഴിഞ്ഞു. 2026 ഏപ്രിൽ 2-ാം വാരമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കും. മെയ് 3-ാം വാരം കേരളത്തിന്റെ 16-ാം നിയമസഭ നിലവിൽ വരണം. ഇപ്പോഴത്തെ നിയമസഭയിൽ ഇടതുമുന്നണിക്ക് 96 സീറ്റും ജനാധിപത്യ മുന്നണിക്ക് 42 സീറ്റുമുണ്ട്. BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് സീറ്റില്ല. മാർച്ചിൽ റംസാൻ വ്രതവും ചെറിയ പെരുന്നാളും കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെയ് ജൂൺ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ചർച്ച നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു. കേരളത്തിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ അനുവദിക്കണമെന്ന് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഗേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരിയിൽ കേരളത്തിലെത്തും. കേരള കേഡറിലുള്ള ഗ്യാനേഷ് കുമാറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുകൊണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് കേരളത്തിലെ സാഹചര്യങ്ങൾ കൃത്യമായി അറിയാം. കേരളത്തിനൊപ്പം തമിഴ്നാട്, ബംഗാൾ, ആസാം, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. മതേതര മുന്നണി ഭരിക്കുന്ന തമിഴ്നാട്ടിലെ 234 അംഗ നിയമസഭയിൽ DMKക്ക് 133 സീറ്റും അണ്ണാ DMKക്ക് 60 സീറ്റും കോൺഗ്രസിന് 17 സീറ്റും വിടുതല ചിരുതാകൾ കച്ചിക്ക് 4 സീറ്റും BJPക്ക് 4 സീറ്റും പട്ടാളി മക്കൾ കച്ചിക്ക് 3 സീറ്റും CPIക്കും CPMനും 2 സീറ്റും വീതം ഉണ്ട്. ഭരണമുന്നണിക്ക് 158 സീറ്റും പ്രതിപക്ഷ മുന്നണിക്ക് 72 സീറ്റുമുണ്ട്. 4 സീറ്റ് ഒഴിവായി കിടക്കുന്നു. ബംഗാളിലെ 294 അംഗ നിയമസഭയിൽ തൃണമൂൽ മുന്നണിക്ക് 225 സീറ്റുണ്ട്. BJP നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്ക് 62 സീറ്റുമുണ്ട്. 2 സീറ്റ് ഒഴിവായി കിടക്കുന്നു. 126 അംഗ ആസാം നിയമസഭയിൽ BJP മുന്നണിക്ക് 75 സീറ്റും കോൺഗ്രസ് മുന്നണിക്ക് 50 സീറ്റുമുണ്ട്. BJPക്ക് 60 സീറ്റും ആസാം ഗണപരിഷത്തിന് 9 സീറ്റും യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടിക്ക് 6 സീറ്റും കോൺഗ്രസിന് 29 സീറ്റും ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 16 സീറ്റും ബ്രോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിന് 4 സീറ്റും CPMന് 1 സീറ്റുമുണ്ട്. ബംഗാളിലെ 294 അംഗ നിയമസഭയിൽ 2001-ൽ 60 സീറ്റ് നേടിയ അത്ഭുതം കുറിച്ച തൃണമൂൽ പക്ഷേ 2006-ൽ 30 സീറ്റിൽ ഒതുങ്ങി. 1977 മുതൽ ബംഗാൾ ഭരിക്കുന്ന CPMനെ നിലം പരിശാക്കിക്കൊണ്ട് 2011-ൽ 184 സീറ്റോടെ അവർ ഭരണം പിടിച്ചു. 2016 സീറ്റുകളുടെ എണ്ണം 211ആയും 2021-ൽ 215ആയും ഉയർന്നു. BJPയും ബംഗാളിൽ നല്ല പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. 2011 വരെ നിയമസഭയിൽ 1 സീറ്റും നേടാനാവാതിരുന്ന അവർക്ക് 2016-ൽ 294 അംഗസഭയിൽ 3 സീറ്റും 2021-ൽ 77 സീറ്റും നേടാനായി. 34 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച CPMന് ഇപ്പോൾ അവിടെ നിയമസഭയിൽ പ്രാതിനിധ്യം പോലുമില്ല. പോണ്ടിച്ചേരിയിൽ BJP പിന്തുണയോടെ അഖിലേന്ത്യാ NR കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ദേശീയ ജനാധിപത്യ മുന്നണിക്ക് 30 അംഗ നിയമസഭയിൽ 18 സീറ്റും പ്രതിപക്ഷത്തിന് 12 സീറ്റുമുണ്ട്. അഖിലേന്ത്യാ NR കോൺഗ്രസ് ആണ് വലിയ കക്ഷി 10 സീറ്റ്. DMKക്കും BJPക്കും 6 സീറ്റും വീതമുണ്ട്. കോൺഗ്രസിനുള്ളത് 2 സീറ്റാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയാണ് ആസാമിലും പോണ്ടിച്ചേരിയിലും ഭരിക്കുന്നത്. അവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും എന്തുമാത്രം വേരോട്ടം വർദ്ധിപ്പിക്കാനായി എന്ന് പരീക്ഷിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. ബംഗാളിൽ BJPയാണ് പ്രധാന പ്രതിപക്ഷം. മമതാ ബാനർജിയെയും അവരുടെ തൃണമൂൽ കോൺഗ്രസിനെയും പുറത്താക്കുന്നതിന് കേന്ദ്രത്തിലെ അധികാരം ഉപയോഗിച്ച് BJP നടത്തുന്ന നീക്കങ്ങൾ ഉണ്ടാക്കിയ മാറ്റവും വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. ഭാരതത്തിലെ പ്രതിപക്ഷം എതിർത്ത വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് ശേഷമാണ് ഇക്കുറി വോട്ടെടുപ്പ് നടക്കുന്നത് എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്. എല്ലാ സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളുള്ള 17,377 വാർഡുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള 2,267 വാർഡുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലെ 3,205 വാർഡുകളിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ 35 വാർഡുകൾ ഒഴികെയുള്ള വാർഡുകളിലേക്കും 6 കോർപ്പറേഷനിലെ 421 വാർഡുകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രകടിപ്പിച്ച വികാരം നിശ്ചയമായും കേരളത്തിന്റെ ഇപ്പോഴത്തെ മനസ്സാണ്. ജനമനസ്സിൽ ജനാധിപത്യ മുന്നണിയാണ് മുന്നിൽ. ഈ ജനവിധിയെ വോട്ടിന്റെ കണക്കനുസരിച്ച് 79 നിയമസഭാ മണ്ഡലങ്ങളിൽ ജനാധിപത്യ മുന്നണിക്കും 59 മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിക്കും 2 മണ്ഡലങ്ങളിൽ BJPക്കും ഭൂരിപക്ഷമുണ്ട്.
2025 ജനാധിപത്യ മുന്നണി 505 ഗ്രാമപഞ്ചായത്തുകളും 79 ബ്ലോക്ക് പഞ്ചായത്തും 54 മുനിസിപ്പാലിറ്റിയും 7 ജില്ലാ പഞ്ചായത്തും 4 കോർപ്പറേഷനും നേടി. ജനാധിപത്യ മുന്നണിക്ക് 2020-ലേക്കാൾ 184 ഗ്രാമപഞ്ചായത്തും 41 ബ്ലോക്ക് പഞ്ചായത്തും 4 ജില്ലാ പഞ്ചായത്തും 13 മുനിസിപ്പാലിറ്റികളും 3 കോർപ്പറേഷനുകളും കൂടുതൽ ലഭിച്ചു. ഇടതുമുന്നണി ഇല്ലാതായില്ല. അവർക്ക് 340 ഗ്രാമപഞ്ചായത്തും 63 ബ്ലോക്ക് പഞ്ചായത്തും 7 ജില്ലാ പഞ്ചായത്തും 28 മുനിസിപ്പാലിറ്റികളും ഒരു കോർപ്പറേഷനും ലഭിച്ചു. 2020 ഉണ്ടായിരുന്നവയിൽ 174 ഗ്രാമപഞ്ചായത്തും 45 ബ്ലോക്ക് പഞ്ചായത്തും 4 ജില്ലാ പഞ്ചായത്തും 15 മുനിസിപ്പാലിറ്റികളും 4 കോർപ്പറേഷനുകളും നഷ്ടപ്പെട്ടു. BJP മുന്നണിക്ക് 26 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും ലഭിച്ചു. 7 ഗ്രാമപഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനും കൂടുതൽ കിട്ടി. അടുത്ത കേരള നിയമസഭയിൽ 140-ൽ 100 സീറ്റ് നേടണമെന്നാണ് ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ഇടതുമുന്നണിയുടെ ലക്ഷ്യമാകട്ടെ അതിലും വലുതാണ്. 15-ാം നിയമസഭയിൽ 99 സീറ്റ് ഉണ്ടായിരുന്ന തങ്ങൾക്ക് ഇക്കുറി 110 സീറ്റ് നേടാനാകുമെന്നാണ് പിണറായി കരുതുന്നത്. BJPക്ക് അത്ര വലിയ സ്വപ്നമില്ല. 30 സീറ്റാണ് അവരുടെ ലക്ഷ്യമായി പുറത്തു വരുന്നത്. വിജയസാധ്യതയുള്ള 30 സീറ്റിൽ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ആലോചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലും കൈവരിച്ചതുപോലെ ഒരു അട്ടിമറി വിജയമാണ് അവരുടെ സ്വപ്നം. ഇടതുമുന്നണിയുടെ 110ഉം BJPയുടെ 30ഉം ചേരുമ്പോൾ 140 സീറ്റാവുന്നത് എന്ത് വല്ല സൂചനയുമാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. 30 സീറ്റിൽ കേന്ദ്രീകരിക്കുന്ന BJP ഇടതുമുന്നണിയെ സഹായിക്കുമോ? മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഉണ്ടാക്കിയ വെടിനിർത്തലും PMC അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതും ബ്രിട്ടാസിന്റെ പാലം പണികളും എല്ലാം സൂചനകളല്ലേ? ഹിന്ദു വർഗീയത വോട്ടാക്കാൻ CPM-ഉം BJP-യും ഒന്നുപോലെ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ സവിശേഷതയാണ്. കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 105-ലും ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. വെറും 35-ടത്താണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം എന്ന കണക്കുമുണ്ട്. 1987-ൽ സാക്ഷാൽ EMS ഈ കാർഡ് കളിച്ച് ലീഗും കേരള കോൺഗ്രസും ഇല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങളോടെ 3 മുന്നണിയും കച്ചമുറുക്കുകയാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും കഴിയുന്നതോടെ അംഗത്തട്ടിന്റെയും അംഗത്തിന്റെയും ചിത്രം കൂടുതൽ വ്യക്തമാവും. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കിട്ടിയ ജനവിധിയുടെ തിരിച്ചടിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള ജീവൻ മരണ പോരാട്ടത്തിനാണ് ഇടതുമുന്നണി കേരളത്തിൽ കച്ചമുറുക്കുന്നത്. 110 സീറ്റ് നേടാനാണ് മത്സരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. നാട്ടിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് അറിയുമ്പോഴും ഇല്ല എന്ന് മേനിനടിച്ചുകൊണ്ടാണ് അവർ പടക്കളത്തിൽ ഇറങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് സമ്മതിച്ചാൽ ഇപ്പോൾ ഭരിക്കുന്നവർക്ക് ജനവിധി തേടാൻ അർഹതയില്ലാതെ വരില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും പലതും സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നതായി വാർത്തയുണ്ട്. എല്ലാ ഇടത് വിരുദ്ധ ശക്തികളും ഒന്നിച്ചല്ല എന്ന അനുകൂല ഘടകം ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. BJP പിടിക്കുന്നത് ഇടതുവിരുദ്ധ വോട്ടുകളാവും. ജോസ് കെ മാണിക്ക് ഒപ്പമുള്ളതും ഇടതുവിരുദ്ധ വോട്ടായി മാറേണ്ടവയാണ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരി 20-ന് ആരംഭിക്കുകയാണ്. 15-ാം നിയമസഭയുടെ 16-ാമത് സമ്മേളനമാണിത്. അവസാനത്തെ സമ്മേളനവും ജനുവരി 20-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ജനുവരി 29-ന് ബജറ്റും വരും. 2025 ഫെബ്രുവരി 7-നായിരുന്നു കഴിഞ്ഞ ബജറ്റ്. ജനപ്രീതികരമായ ധാരാളം പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സർക്കാർ ജീവനക്കാരുടെ 12-ാം ശമ്പള പരിഷ്കരണം മാർച്ച് മുതൽ നടപ്പാക്കുമെന്നാണ് പ്രചാരണം. 2024 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാവും ഇതുണ്ടാവുക എന്നാണ് വാർത്ത. ശമ്പള പരിഷ്കരണ കമ്മീഷന് പകരം ഉദ്യോഗസ്ഥ സമിതി ശമ്പള പരിഷ്കരണ കരട് തയ്യാറാക്കിയെന്നും കഴിഞ്ഞ തവണ ഉണ്ടായ 37% വർധനയുടെ സ്ഥാനത്ത് ഇക്കുറി 38% വർധന ഉണ്ടാകുമെന്നാണ് പ്രചാരണം. കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 31,740 രൂപയാകും അത്രേ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നും ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്നും സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കുമെന്നും പ്രചാരമുണ്ട്. ഇതെല്ലാം ചെയ്താലും ജനം വോട്ട് ചെയ്യുമോ എന്ന സംശയമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വന്നപ്പോൾ CPM നേതാവ് MA മണി പറഞ്ഞത് പെൻഷനും ക്ഷാമബത്തയും എല്ലാം കൊണ്ടുപോയി തിന്നവർ പണി തന്നു എന്നായിരുന്നു. കേരളത്തിലെ ഹിന്ദു സമുദായ സംഘടനകളായ NSS-ന്റെയും SNDP-യുടെയും നേതാക്കന്മാർ ഇപ്പോൾ പിണറായിയുടെ കൂടെയാണ്. സമസ്തയിലെ പല നേതാക്കളും പിണറായിയുടെ സ്വന്തമാണ്. അത്തരം ബന്ധം പല ബിഷപ്പുമാരുമായും പിണറായിക്കുണ്ട്. ഇതെല്ലാം വോട്ടായാലും ഇല്ലെങ്കിലും ഇടതിന് എതിരാകില്ല. മുഖ്യമന്ത്രിയുടെ അടുത്ത സുഹൃത്തായ വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ച് ഉണർത്താൻ ശ്രമിക്കുന്ന മുസ്ലിം വർഗീയ വികാരം ഏത് രൂപം പ്രാപിക്കുമെന്ന് പറയാനാവില്ല.
വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റിയതിനെതിരെ ഉയർന്ന വിമർശനത്തെ പിണറായി തള്ളി. ഇനിയും അദ്ദേഹത്തെ കാറിൽ കയറ്റും, പിണറായി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ നിലപാടിനെ പിന്തുണച്ച് മുതിർന്ന CPM നേതാക്കളായ പി ബാലനും പി ജയരാജനും രംഗത്ത് വന്നത് വെള്ളാപ്പള്ളി CPM തന്ത്രമാണ് നടപ്പാക്കുന്നതെന്നതിന്റെ സൂചനയായി. മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും കുറിച്ച് വെള്ളാപ്പള്ളി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉത്തരം കിട്ടേണ്ടവ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി നടത്തിയ വിമാനത്താവള ഉപരോധത്തിൽ ഈജിപ്തിൽ വെടിയേറ്റ് മരിച്ച തീവ്രവാദികളുടെ ഫോട്ടോ ഉയർത്തിയത് എന്തിനെന്ന ജയരാജന്റെ ചോദ്യത്തിന് ഏറെ ആഴമുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ പേരുള്ള മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല. അങ്ങനെ പറയുന്ന വെള്ളാപ്പള്ളിയാണ് ആപത്ത് എന്ന് പറയുന്നവർ അത് തെളിയിക്കുക കൂടി വേണം. ലീഗ് ഭരണത്തിലെ സ്വാധീനം ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഏതാനും ചില കണക്കുകൾ വെള്ളാപ്പള്ളി പുറത്തുവിട്ടു. മുസ്ലിമുകൾക്ക് 48 കോളേജുകളാണ് പോലും ലീഗ് ഭരണകാലത്ത് കൊടുത്തത്. അത്തരം കണക്കുകൾ ഇനിയും വരും. കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദവി കോൺഗ്രസിനാണെങ്കിലും വ്യവസായം, IT, വിദ്യാഭ്യാസം, മരാമത്ത് തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ ലീഗിനാവും മുസ്ലിനാവും നൽകുക. ഇന്ത്യയിൽ സമുദായ സംവരണമുള്ള ഏക സമുദായമാണ് കേരളത്തിലെ മുസ്ലിമുകൾ. ഇതെല്ലാം ഭരണം കൊണ്ട് നേടിയതാണ്. സമുദായത്തിന് വേണ്ടിയുള്ള ഭരണത്തിനൊപ്പം ഹിന്ദു സംഘടനകളായ SNDPയെയും NSSനെയും തമ്മിൽ തല്ലിച്ചത് ലീഗാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. കേരളത്തിലെ ലത്തീൻ ക്രിസ്ത്യാനികളെയും സുറിയാനിക്കാരെയും തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നതും ലീഗ് തന്നെ. BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ആലപ്പുഴ കണിച്ചുകുളങ്ങരയിൽ എത്തി വെള്ളാപ്പള്ളിയുമായി അടച്ചിട്ട മുറിയിൽ ജനുവരി 4-ന് 2 മണിക്കൂർ ചർച്ച നടത്തി. വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ കോൺഗ്രസിലെ ഒരു നേതാവ് അക്രമാഹ്വാനം നൽകി. അങ്ങനെ വന്നാൽ ഞങ്ങളുടെ കൈ വെറുതെ ഇരിക്കില്ലെന്ന് തിരിച്ചടിച്ചത് ഒരു പഴയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തേക്കാൾ വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ പച്ചപിടിക്കുന്ന സൂചനയായി. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പഠിച്ച് JB കോശി കമ്മീഷൻ ഭൂരിഭാഗം നിർദ്ദേശങ്ങളും നടപ്പാക്കിയെന്ന മുഖ്യമന്ത്രിയുടെ ജനുവരി 6-ന് നടത്തിയ അവലോകന യോഗ റിപ്പോർട്ട് പറയുന്നതും കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകളും 45 ഉപശുപാർശകളുമാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചതെന്നും സർക്കാർ പറയുന്നു. 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയായി. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചുവെന്നും സർക്കാർ പറയുന്നു. എന്തായിരുന്നു ഈ ശുപാർശകൾ എന്ന് പറയുന്നില്ല എന്നതിലാണ് ബുദ്ധിമുട്ട്. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ വിലയിരുത്തി. 17 വകുപ്പുകൾ ശുപാർശകൾ പൂർണ്ണമായി നടപ്പാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. മറ്റു വകുപ്പുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ നിർദ്ദേശിച്ചു. എന്നാൽ എന്താണ് നടപ്പാക്കിയതെന്ന് ആർക്കും അറിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പദവികൾ വഹിക്കുന്നവരെ കുറിച്ചുള്ള CPMന്റെ നിബന്ധനകൾ കാറ്റിൽ പറത്തി അങ്കത്തട്ടിൽ ഇറങ്ങുന്നു എന്നാണ് പ്രചാരണം. CPM നേതാക്കൾക്കുള്ള 75 വയസ്സ് സംബന്ധിച്ച റിട്ടയർമെന്റ് വ്യവസ്ഥ, 2 ടേമിൽ കൂടുതൽ തുടർച്ചയായി മത്സരിക്കുന്നതെന്ന വ്യവസ്ഥ എല്ലാം ലംഘിക്കപ്പെടുമെന്നാണ് പ്രചാരണം. സ്ഥാനാർത്ഥി നിർണയം, മന്ത്രിസ്ഥാനം തുടങ്ങിയ വിഷയങ്ങളിൽ CPM പുലർത്തി വന്ന എല്ലാ വിലക്കുകളും റദ്ദാക്കി മത്സരിക്കുന്നത് വലിയ പരാജയഭീതിയുടെ അടയാളമായി ചിത്രീകരിക്കപ്പെടും. ഒപ്പം ഇന്നത്തെ നേതാക്കൾ തന്നെ മത്സരിക്കുന്ന അവർക്കെതിരെ പാർട്ടിയിലുള്ള എതിർപ്പ് വർദ്ധിപ്പിക്കാനും അതെല്ലാം എതിരാളികൾക്ക് വോട്ടാവാനും കാരണമാകുമെന്ന പ്രചാരണവും ഉണ്ട്. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സർക്കാർ നേട്ടങ്ങളുടെ വലിയ പരസ്യങ്ങൾ വരും. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരസ്യം ആപത്താവാനാണ് ഇട. വാജ്പേയിയുടെ BJP സർക്കാർ കൊടുത്ത ഭാരതം തിളങ്ങുന്നു എന്ന പരസ്യങ്ങൾ BJPക്ക് ഉണ്ടാക്കിയത് തിരിച്ചടിയായിരുന്നു എന്ന് ഓർക്കുക. പ്രതിപക്ഷ നേതാവിനെ കുടുക്കാൻ പുനർജനി കേസ് കുത്തിപ്പോക്കുന്നത് ഇപ്പോൾ സതീശനെയാവും സഹായിക്കാം. അതിൽ സത്യമുണ്ടെങ്കിൽ പോലും പകപോക്കൽ, ഇരവാദം തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ ഉണ്ടാകും. രാഹുൽ മാങ്കുടത്തിനെതിരെ പരിധി വിടുന്നതും CPMലെ സമാന കഥാപാത്രങ്ങളെ കൂടുതൽ സജീവമാക്കും. പോറ്റിയും സ്വർണവും പാരടിയും നേരിടാൻ വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഉദ്ദേശിച്ച വിജയം നേടാനായില്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം നേടാനായി എന്ന ചിന്തയാണ് BJPക്ക്. ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായി. അതുപോലെ ഏതാനും മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച് നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ലക്ഷ്യം. 20 മുതൽ 30 വരെ സീറ്റുകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക, പരമാവധി വിജയം നേടുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ അനുകൂലമായ ചലനം ഉണ്ടാക്കാനായി എന്നല്ല കരുതുമ്പോഴും ലോക്സഭ തെരഞ്ഞെടുപ്പിലെ പോലെ ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുവാനോ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ചലനം ഉണ്ടാക്കുവാനോ കഴിഞ്ഞില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ. ക്രൈസ്തവ വോട്ട് പെട്ടിയിലാക്കുന്നതിനുള്ള ഔട്ട്റീച്ച് പരിപാടി ഉദ്ദേശിച്ച വിജയം കണ്ടില്ല.
ഇടത് വലതു മുന്നണികളുടെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് ക്രൈസ്തവർക്ക് അമർഷമുണ്ട്. അത് പരിഗണിക്കുന്ന ഏക പാർട്ടി എന്ത് BJPക്ക് അനുകൂല ഘടകമാണ്. ഇപ്പോൾ CPMഉം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുമെന്നത് വലിയ മാറ്റമാണ്. ക്രൈസ്തവ അമർഷം BJPക്ക് വോട്ടാക്കി മാറ്റാൻ മെത്രാസന മന്ദിരങ്ങൾ കയറിയിറങ്ങി സഭാ നേതാക്കളെ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് BJP മനസ്സിലാക്കുന്നു. അവർ പലപ്പോഴും ഉറച്ച നിലപാട് എടുക്കില്ല. ചില വിഷയങ്ങളിൽ ചില നിലപാട് എടുക്കും. അടുത്ത വിഷയം വരുമ്പോൾ അത് മാറാം. സഭാ നേതാക്കൾ RSSനെ അടക്കം വിമർശിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ അക്രമങ്ങളുടെ പേരിലാണ് വിമർശനങ്ങൾ. അതുകൊണ്ട് ക്രൈസ്തവരിലെ സാധാരണക്കാരുമായി ചങ്ങാത്തം സ്ഥാപിക്കണമെന്ന് BJP കരുതുന്നു. കാസ പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം കൂടുതലും ആശയത്തിലാണ്. ആശയതലത്തിൽ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്നാൽ അണികളെ സംഘടിപ്പിക്കാനും കൂടെ നിർത്താനും സാധിക്കണം. കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇതായിരുന്നു BJPയുടെ വിലയിരുത്തൽ. അണികളെ ആകർഷിക്കണം. അതിന് പത്രപ്രസ്താവനയും സോഷ്യൽ മീഡിയയും മാത്രം പോരാ. അണികൾക്കിടയിൽ പ്രവർത്തിക്കണം. അവരുടെ ചിന്താധാരകളിൽ സാമൂഹിക ബന്ധങ്ങളിൽ ഇടപെട്ട് മാറ്റമുണ്ടാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക ബന്ധം ഉണ്ടായിരുന്നവർക്ക് ക്രൈസ്തവരുടെ വോട്ട് കിട്ടിയെന്ന് BJP മനസ്സിലാക്കുന്നു. കടുത്ത RSSകാരല്ലാതെ BJPയിൽ ഇപ്പോഴുള്ളവരിൽ നല്ല പങ്ക് ഒരു പാർട്ടിയിലും നേതൃത്വം കിട്ടാത്തവരാണ്. അവർക്ക് ഓരോ പ്രദേശത്തുമുള്ള സ്വാധീനം, മറ്റുള്ളവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വൈഭവം എല്ലാം പ്രധാനമാണ്. എനിക്ക് എന്ത് കിട്ടുമെന്നാണ് ഇന്ന് മിക്ക പാർട്ടി പ്രവർത്തകന്റെ നോട്ടം. മന്ത്രി MLAയും ഒന്നുമുടനെ ആയില്ലെങ്കിലും പഞ്ചായത്ത് മെമ്പർ, ബാങ്ക് ഡയറക്ടർ, ബോർഡ് അംഗം തുടങ്ങിയ പദവികളിലെങ്കിലും അടിച്ചെടുക്കാനാണ് നോട്ടം. പാർട്ടി വളർത്താൻ നോക്കുന്നത് പോലും അതിനാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും വരുന്നുണ്ട്. കേരളത്തിൽ പാലക്കാട് കരോളുകാരെ ആക്രമിച്ചതായി RSSനെതിരെ വാർത്ത വന്നു. പള്ളിയുടെ ഒരു കരോൾ സംഘത്തെയും ആക്രമിച്ചില്ലെന്ന് പാലക്കാട് മെത്രാൻ വ്യക്തമാക്കി. ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും വലിയ വിജയ പ്രതീക്ഷയിലാണ്. 140ൽ 100 സീറ്റോടെ 2026 അധികാരം പിടിക്കാമെന്നാണ് ജനാധിപത്യ മുന്നണിയുടെ ആശയും പ്രതീക്ഷയും. തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനകോഗുലു സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസ് നടത്തിയ നേതൃത്വ സമിറ്റായ ലക്ഷ്യ 2026ലും കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതിയിലും അവതരിപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2026 ജനാധിപത്യ മുന്നണിക്ക് 85 സീറ്റുകൾ ഉറപ്പാണ്. ജില്ല തിരിച്ചുള്ള കണക്ക് ഇങ്ങനെയാണ്: കാസർഗോഡ് 3, കണ്ണൂർ 4, കോഴിക്കോട് 8, വയനാട് 3, മലപ്പുറം 16, പാലക്കാട് 5, തൃശൂർ 6, എറണാകുളം 12, ഇടുക്കി 4, കോട്ടയം 5, ആലപ്പുഴ 4, പത്തനംതിട്ട 5, കൊല്ലം 6, തിരുവനന്തപുരം 4. 2023 മുതൽ കോൺഗ്രസിനെ സഹായിക്കുന്ന കനകോഗുലു പറയുന്നത് 90ൽ അധികം സീറ്റ് നേടാനാകും എന്നാണ്. ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ശബരിമല ശരിക്കും ഉപയോഗിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ഹിന്ദു വികാരം ഉപയോഗപ്പെടുത്തണമെന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ന്യൂനപക്ഷം കോൺഗ്രസിനെ പിന്താങ്ങി. അവർ ഇടതു കൂടാരം വിട്ടുവെന്ന് അദ്ദേഹം പറയുന്നു. മലബാറിൽ മുസ്ലിം വോട്ടുകളും കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ക്രൈസ്തവ വോട്ടുകളും കോൺഗ്രസിനെ സഹായിച്ചു. BJPക്ക് പോയ കുറെ നായർ വോട്ട് തിരിച്ചു വന്നു. നായന്മാരെ നേതാക്കളെ വളർത്തി ഉപയോഗിച്ച് ആ സമുദായത്തെ ആകെ കോൺഗ്രസിൽ എത്തിക്കണം. സുനിൽ കനകോഗുലു ഉപദേശിച്ചു. ഈഴവരുമായും അകലം നിലനിൽക്കുന്നു. മധുസൂദൻ മിസ്ത്രിയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ. രാജ്യസഭാംഗങ്ങളായ ഡോക്ടർ സെയ്ദ് നസീർ ഹുസൈൻ, നിരജ ഡെങ്കി, അഭിഷേക് ദത്ത് എന്നിവർ അംഗങ്ങൾ. 13-ന് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. സച്ചിൻ പൈലറ്റ്, കർണാടക മന്ത്രി K ജദേവ് ജോർജ്, രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഗിരി, കനയ്യകുമാർ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ. അവരുമുടൻ കേരളത്തിലെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടിയെങ്കിലും ഇക്കുറിയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെല്ലാം ഒന്നിക്കില്ല. 1960-ൽ അതുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു. ഇടതു വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായതല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഒന്നിച്ചതാണ് വിഷയം. അത് തടയാനാണ് 1967-ൽ EMS മുന്നണി ഉണ്ടാക്കി കാണിച്ചത്. കോൺഗ്രസ് വിരുദ്ധരെ എല്ലാം ഒന്നിപ്പിച്ചു. പക്ഷേ 1969-ൽ CPM ഒറ്റപ്പെട്ടു. 1980-ൽ വീണ്ടും മുന്നണിയായി. കോൺഗ്രസ് ഒറ്റപ്പെട്ട പോലെയായി. വീണ്ടും കരുണാകരൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ ഒന്നിപ്പിച്ചു. 1980 ആ മുന്നണി ഇല്ലാതായി. ഇന്നത്തെ മുന്നണികളായി. 1987-ൽ EMS തന്നെ അഖിലേന്ത്യാ ലീഗിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കി. ഹിന്ദു കാർഡ് കളിച്ച് ജയിച്ചു. ഇന്ന് പക്ഷേ BJP കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ കൂടെ ചേർത്തു. എത്ര ചെറിയ സംഖ്യ ആയാലും ജോസ് കെ മാണിയുടെ പാർട്ടിയും പുറത്താണ്. കോൺഗ്രസിനൊപ്പമുള്ളവരിൽ ലീഗ് ഒഴികെയുള്ളവരാരും അത്ര ശക്തരല്ല. എല്ലാവരും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാമെന്ന് ഉറപ്പുള്ള എത്ര പാർട്ടികളുണ്ട് ഇരു മുന്നണിയിലും. എതിർചേരിയിൽ നിന്നും നേതാക്കൾ എത്തും, പാർട്ടികൾ എത്തും എന്നെല്ലാം
പറയുന്നുണ്ടെങ്കിലും വൻ മീനുകളെ കിട്ടാൻ ഇപ്പോൾ സാധ്യതയൊന്നും കാണുന്നില്ല. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ജനാധിപത്യ മുന്നണിയിലും കോൺഗ്രസിലും എക്കാലത്തും വലിയ തലവേദന ഉണ്ടാക്കാറുണ്ട്. എംപിമാർ വരെ സീറ്റിന് ഇടിക്കുന്നതായാണ് വാർത്ത. എന്നാൽ ഈ ഉദ്ദേശത്തോടെ ലോക്സഭയിൽ മത്സരിക്കുന്നില്ല എന്ന് ആരും തീരുമാനിച്ചതുമില്ല. ഒരിക്കൽ ജയിക്കുന്നവർ മരിക്കാതെ മത്സര രംഗത്ത് നിന്നും പിന്മാറില്ല എന്നതുകൊണ്ട് സീറ്റിന് വേണ്ടി എല്ലാ തന്ത്രവും ഉപയോഗിക്കുന്നതും സീറ്റ് കിട്ടുന്നവരെ തോൽപ്പിക്കാൻ നോക്കുന്നതും കോൺഗ്രസിൽ അസ്തിത്വപരമായ ആവശ്യമായി മാറാറുണ്ട്. യുവതലമുറയ്ക്ക് സീറ്റ് കൊടുക്കണമെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിലും VM സുധീരനല്ലാതെ ആരും മാറി നിന്ന് മാതൃക കാട്ടാറില്ല. എനിക്ക് എത്ര തവണ മത്സരിക്കണമെന്ന് ആരും സ്വയം നിശ്ചയിക്കാറില്ല. ഒരിക്കൽ ജയിച്ചാൽ വിജയസാധ്യത നോക്കി മരണം വരെ അവരെ ആ സീറ്റിൽ മത്സരിപ്പിക്കുന്ന രീതി മാറ്റണം. 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണം. അതൊക്കെ ആഗ്രഹം മാത്രമായി അവശേഷിക്കാനാണ് ഇട. കളിക്കളം ഇനിയും വ്യക്തമാകാനുണ്ട്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അപൂർവ സ്ഥാനം കുറിക്കുന്ന കേരള കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും അവസാനത്തെ നേതാവായി ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ആന്റണി രാജു. 1982 പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം യുവ അഭിഭാഷകനായിരുന്ന കാലത്ത് 1990 തൊണ്ടി മുതൽ തിരിമറി നടത്തി. മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ഓസ്ട്രേലിയക്കാരനെ നിയമപരമായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി എന്ന കേസിൽ ആന്റണി രാജു MLAക്കും സഹായി KS ജോസിനും നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചതിലൂടെ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം റദ്ദാക്കപ്പെട്ടു എന്നതിലൂടെയാണ് അദ്ദേഹം നിയമസഭയുടെ ചരിത്രത്തിൽ സവിശേഷ ഇടം നേടുന്നത്. 1990 ചെയ്ത ഒരു കുറ്റത്തിന് 36 വർഷം കഴിഞ്ഞ് 2026 ഉണ്ടായ വിധി ഒരു ദൈവവചനം ഓർമ്മിപ്പിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 4-ാം വാക്യം, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്. കർത്തൃകോപം സാവകാശമേ വരൂ, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. വീണ്ടും സംഖ്യയുടെ പുസ്തകം 22-23 പറയുന്നു, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിയുക. 15-ാം കേരള നിയമസഭയ്ക്ക് ഇനി കഷ്ടിച്ച് 3 മാസമാണ് കാലാവധി ബാക്കിയുള്ളത് എന്നതുകൊണ്ട് ഈ സഭയിലെ അംഗത്വം നഷ്ടപ്പെടുന്നത് വലിയ കാര്യമല്ല. എന്നാൽ 3 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഇനി 6 വർഷത്തേക്ക് കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. 2013 മലയാളിയായ ലില്ലി തോമസ് എന്ന അഭിഭാഷക സുപ്രീം കോടതിയിൽ നിന്നും സമ്പാദിച്ച വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിലക്കുകൾ വരുന്നത്. ഇപ്പോഴത്തെ ശിക്ഷയും ശിക്ഷാവിധിയും മേൽക്കോടതി റദ്ദാക്കിയോ സ്റ്റേ ചെയ്യുകയോ ചെയ്താലേ വിലക്കുകൾ നീങ്ങൂ. കോടതി ശിക്ഷിച്ചെന്ന കാരണത്താൽ രാജിവെക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെട്ടു. അഭിഭാഷക വൃത്തിക്കും 2 വർഷത്തെ വിലക്ക് വരാം എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകേണ്ടത് ബാർ കൗൺസിലിൽ നിന്നാണ്. ഇത്തരം കേസിൽ ആദ്യം ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ അഭിഭാഷകനാണ് പോലും ആന്റണി രാജു. തന്ത്രജ്ഞനായ നേതാവും സമർത്ഥനായ അഭിഭാഷകനും മികച്ച സംഘാടകനുമാണ് ആന്റണി രാജു. കോടതി വിലക്കിയില്ലെങ്കിൽ അടുത്ത നിയമസഭയിലും ഇടം കണ്ടെത്താൻ ഇടയുള്ള ജനനേതാവ്. രാഷ്ട്രീയ പ്രവർത്തനത്തിലെ വീഴ്ചകളുടെ പേരിലല്ല അദ്ദേഹത്തിന് MLA സ്ഥാനം നഷ്ടപ്പെടുന്നത്. തന്റെ കക്ഷിയെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാൻ കാണിച്ച തെറ്റായ തന്ത്രമാണ് അദ്ദേഹത്തെ കുടുക്കിയത്. അഭിഭാഷക കഥകളിൽ അഭിഭാഷകന്റെ കഴിവിന് അടയാളമായി പറയുന്ന സംഭവങ്ങളിൽ ഒന്ന്, തൊണ്ടി മുതലായി യഥാർത്ഥ വെടിയുണ്ട വിഴുങ്ങി പകരം മറ്റൊരു വെടിയുണ്ട കോടതിയിൽ വെച്ച് വെടിവെച്ച തോക്കിന് ചേരാത്ത ഉണ്ട് എന്ന കാരണം പറഞ്ഞ് പ്രതിയെ രക്ഷിച്ച കഥയാണ്. 35 വർഷം പഴക്കമുള്ള കേസിലാണ് രാജുവിന് ഈ വിധി ഉണ്ടാകുന്നത്. 1990 ഏപ്രിൽ 4-ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 61 ഗ്രാം തൂക്കം വരുന്ന 2 പാക്കറ്റ് ഹാഷിഷ് ലഹരി മരുന്നുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ പിടിയിലായി. വലിയതുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പൂന്തുറ CI KK ജയമോഹനാണ് കേസ് അന്വേഷിച്ചത്. ആന്റണി രാജുവും സീനിയർ സെലിൻ വിൽഫ്രഡുമായിരുന്നു പ്രതിയുടെ അഭിഭാഷകർ. ജില്ലാ കോടതി പ്രതിക്ക് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചു. 1992 ഹൈക്കോടതി വെറുതെ വിട്ടു. ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോനും സെലിൻ വിൽഫ്രഡും പ്രതിക്ക് വേണ്ടി ഹാജരായി. സാൽവദോർ അടിവസ്ത്രത്തിൽ ഒളിച്ചാണ് ഹാഷിഷ് കൊണ്ടുവന്ന എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ പ്രതിയുടേതായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം അദ്ദേഹത്തിന്റേതല്ലെന്നും പോലീസ് നിർമ്മിച്ചതാണെന്നും ഹൈക്കോടതിയിൽ വാദിച്ചു. ഈ അടിവസ്ത്രം സാൽവദോറിനെ ധരിപ്പിക്കാമോ? തൊണ്ടി മുതലായ നീല നിറത്തിലുള്ള അടിവസ്ത്രം ഉയർത്തിക്കാട്ടി പ്രതിയുടെ വക്കീൽ കോടതിയിൽ ചോദിച്ചു. 15 വയസ്സുകാരന് പോലും പറ്റില്ല, അവർ വാദിച്ചു. കോടതിയിൽ വെച്ച് ധരിപ്പിച്ചു നോക്കി, സാധിച്ചില്ല. വളരെ ചെറുതായിരുന്നു. പ്രതി രക്ഷപ്പെട്ടു. എങ്കിലും കോടതി സംശയം പ്രകടിപ്പിച്ചു. തൊണ്ടി മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറ്റിയതാകുമോ? അതേക്കുറിച്ചുള്ള അന്വേഷണത്തിനുള്ള അനുമതിക്കായി
ജയമോഹൻ ഹൈക്കോടതിയിൽ വിജിലൻസിനെയും സുപ്രീം കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിജിലൻസ് തിരിമറിയുടെ സൂചന കണ്ടെത്തി അന്വേഷിക്കുവാൻ 1995 വഞ്ചിയൂർ പോലീസിനെ നിയോഗിച്ചു. പല തടസ്സങ്ങൾ ഉണ്ടായി. 2006 ദക്ഷിണ മേഖല IG TP സെൻകുമാർ കോടതിയുടെ അനുമതിയോടെ SP പ്രഭയുടെ സംഘത്തെ നിയോഗിച്ചു. അവരുടെ അന്വേഷണത്തിൽ അടിവസ്ത്രത്തിലെ തുന്നൽ പുതിയതെന്ന് കണ്ടു. സംസ്ഥാന ഫോറൻസിക് ലബോറട്ടറിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ P വിഷ്ണുപോറ്റിയാണ് ഈ റിപ്പോർട്ട് കൊടുത്തത്. ജില്ലാ കോടതിയുടെ വിധി കഴിഞ്ഞപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം രാജു വാങ്ങിച്ചു. 4 മാസം തൊണ്ടി മുതൽ അഭിഭാഷകന്റെ കൈവശമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സാൽവത്തോരെ കോടതിയിലെ ഉദ്യോഗസ്ഥനായ ജോസ് അഡ്വക്കേറ്റ് ആന്റണി രാജു എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു. കേസിൽ രക്ഷപ്പെട്ട ഓസ്ട്രേലിയയിലെത്തിയ സാൽവത്തോരെ 1992 ഒരു കൊലക്കേസിൽ പ്രതിയായി ജയിലിലെത്തി. അവിടെ സഹതടവുകാരൻ ജോ പോളിനോട് കേരളത്തിൽ അടിവസ്ത്രം മാറ്റി രക്ഷപ്പെട്ട മാർഗം അദ്ദേഹം വിവരിച്ചു പറഞ്ഞ രഹസ്യമാണ് രാജുവിന് കുരുക്കായത്. ജോ പോൾ ഇത് ഓസ്ട്രേലിയൻ പോലീസിനെ അറിയിച്ചു. അവർ ഇന്റർപോൾ വഴി CBIയും CBI കേരള പോലീസിനെയും അറിയിച്ചു. രാജുവും കോടതിയിലെ ഉദ്യോഗസ്ഥനായ ജോസും ചേർന്ന് തിരിമറി നടത്തി എന്നായിരുന്നു വെളിപ്പെടുത്തൽ. 2023 കേരള ഹൈക്കോടതി സാങ്കേതിക കാരണങ്ങളാൽ കേസ് റദ്ദാക്കി. കേസിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകർ സുപ്രീം കോടതിയെ സമീപിച്ചു. 2024 സുപ്രീം കോടതി ഹൈക്കോടതി തീരുമാനം റദ്ദാക്കി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് ഉത്തരവായി. ഈ കേസിലാണ് നെടുമങ്ങാട് കോടതി ജോസിന് 9.5 വർഷം തടവും 10,000 രൂപ പിഴയും രാജുവിന് 8.5 വർഷം തടവും 10,000 രൂപ പിഴയും ശിക്ഷിച്ചത്. ഈ കേസിന്റെ പേരിൽ 2006 പാർട്ടി ടിക്കറ്റ് കൊടുത്തിട്ടും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ VS അച്യുതാനന്ദൻ രാജുവിനെ അനുവദിച്ചില്ല. 1954 നവംബർ 18 പൂന്തറയിൽ ജനിച്ച രാജു പൂന്തറ സെന്റ് തോമസ് സ്കൂൾ, തുമ്പ സെന്റ് സേവിയേഴ്സ് മാർ ഇവാനിയോസ് കോളേജുകൾ എന്നിവിടങ്ങളിൽ പഠിച്ചു. ലോ അക്കാദമിയിൽ നിന്നും നിയമബിരുദം നേടി. 1982 അഭിഭാഷകനായി. KSCC യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. എക്കാലവും ജോസഫ് ഗ്രൂപ്പ് പ്രവർത്തകനായിരുന്നു. 1991 തിരുവനന്തപുരം വെസ്റ്റിൽ മത്സരിച്ച് MLA ഹസനോട് തോറ്റു. 1996 തിരുവനന്തപുരം വെസ്റ്റിൽ ജയിച്ച് MLA ആയി. 2001 MVRനോട് തോറ്റു. 2006 മത്സരിക്കാനായില്ല. 2016 വെസ്റ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി VS ശിവകുമാറിനോട് തോറ്റു. 2021 ജയിച്ചു. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി. സമർത്ഥനായ അഭിഭാഷകനാണ് ആന്റണി രാജു. രാജുവിനെ പോലെ നിരവധി ചരിത്ര പുരുഷന്മാരെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. പല ഗ്രൂപ്പുകളായി പിളർന്നെങ്കിലും അവരെല്ലാം കേരള കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ടതുകൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കാനായത്. കേരളത്തിൽ ഒരു MLAയുടെ അവിഹിത സന്തതിയെക്കുറിച്ച് സഭയിൽ പരാമർശമുണ്ടാക്കിയത് കേരള കോൺഗ്രസുകാരാണ്. 1982 കരുണാകര സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്ന അഴിമതി നിരോധന കമ്മീഷൻ ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ട് ഒരു കേരള കോൺഗ്രസ് MLA ആയിരുന്നു. ഒരു അധ്യാപികയുടെ സ്ഥലമാറ്റത്തിന് കൈക്കൂലി വാങ്ങിയ എന്തായിരുന്നു കേസ്. 1984 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമം മൂലം MLA സ്ഥാനം നഷ്ടപ്പെട്ടതും ഒരു കേരള കോൺഗ്രസ് നേതാവിനാണ്. മറ്റൊരു നേതാവിന് ഇങ്ങനെ പദവി നഷ്ടമായെങ്കിലും ഹൈക്കോടതി വിധിയിലൂടെ അത് റദ്ദാക്കപ്പെട്ടു. പകരം അദ്ദേഹം രാജിവെച്ചു. അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതും രാജ്യദ്രോഹ പ്രസംഗത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതും വിമാനത്തിൽ ഒരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറിയതിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതും ഈ പാർട്ടിയുടെ നേതാവിനാണ്. ഭാര്യ കൊടുത്ത ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നതും ഈ പാർട്ടിയിൽ നിന്നാണ്. കുപ്രസിദ്ധമായ സോളാർ കേസിലെ ഇരയ്ക്ക് വേണ്ടി ഏറെ വാദിച്ച ഒരു നേതാവിനെ ഇരയുടെ തന്നെ പീഡന പരാതിയെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവമുണ്ടായി. അഴിമതി കേസുകൾ, തെരഞ്ഞെടുപ്പ് കേസുകൾ എന്നിവയിൽ ഹൈക്കോടതിയുടെ പരാമർശം, വിധി എന്നിവ മൂലം രാജിവെക്കേണ്ടി വന്ന കേരള കോൺഗ്രസ് നേതാക്കളുമുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് പാർട്ടി നിർവാഹക സമിതി നിർദ്ദേശിച്ച നേതാവിനെതിരെ പരാതി കൊടുത്ത ചരിത്രവും ഒരു നിയമസഭയുടെ കാലത്ത് പാർട്ടിയുടെ എല്ലാ MLAമാരും മാറി മാറി മന്ത്രിമാരാകേണ്ടി വന്ന ചരിത്രവും ഈ കുടുംബത്തിനുണ്ട്. രാഹുൽ ഗാന്ധി 2019 നടത്തിയ ഒരു പ്രസംഗത്തിൽ മോദി സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയെന്ന് പറഞ്ഞ് കുറ്റത്തിന് സൂറത്ത് കോടതി രാഹുൽ ഗാന്ധിക്ക് 2023 2 വർഷം തടവ് വിധിച്ചു. അപ്പീലിന് 1 മാസത്തെ സമയം കൊടുത്തിട്ടും രാഹുലിന്റെ ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെട്ടു. 2023 മാർച്ച് ലോക്സഭ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി. എന്നാൽ 2023 ഓഗസ്റ്റ് 5 സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. രാഹുൽ ലോക്സഭയിൽ തിരിച്ചെത്തി. അത്തരം ഒരു പരിണാമം രാജുവിന്റെ കേസിൽ ഉണ്ടാകാനിടയില്ല.
സീറോ മലബാർ സഭ ആഹ്വാനം ചെയ്ത് സമുദായ ശാക്തീകരണ വർഷം 2026 ഭാഗമായി തലസ്ഥാനത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ നടന്ന നസ്രാണി സംഘവും റാലിയും അസാധാരണമായ കാഴ്ചയായി. സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ലൂർദ് ഫൊറാനയുടെ കീഴിലുള്ള 20 പള്ളികളിൽ നിന്നുള്ള വിശ്വാസികളാണ് റാലിയിൽ പങ്കെടുത്തത്. സീറോ മലബാർ സഭാംഗങ്ങളായ ഇത്തരം വിശ്വാസികൾ തലസ്ഥാനത്ത് ഉണ്ടെന്നും അവർ സഭയുടെ ആഹ്വാനമനുസരിച്ച് ഒരു റാലിക്ക് എത്തുമെന്നുമുള്ളത് പുത്തൻ തിരിച്ചറിവായി. ചിട്ടയോടെ നടന്ന റാലി തലസ്ഥാന നഗരിക്ക് വ്യത്യസ്ത റാലി കാഴ്ചയായി. മ്യൂസിയം ജംഗ്ഷനിൽ ഫാദർ ആന്റണി ഇളംതോട്ടം റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പുത്തിരിക്കണ്ടത്ത് നടന്ന പൊതുസമ്മേളനം കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, മാർ ജോസഫ് പെരുന്തോട്ടം, മാർ തോമസ് പാടിയത്ത്, മാർ ജോർജ് രാജേന്ദ്രൻ അതിരൂപത വികാരി ജനറാളും തിരുവനന്തപുരം ഫൊറാന വികാരിയുമായ മോൺ ജോൺ തെക്കേക്കര, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ രേഖ മാത്യൂസ്, ജോസ് പാറേക്കാട്ടിൽ എന്നിവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. സമൂഹം ഉണരുന്നു. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.